ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായി തുടരുന്നു. ചാന്ദിനി ചോക്ക്, ഭവാന, ബുരാഡി എന്നിവിടങ്ങളിൽ വായു ഗുണനിലവാര സൂചിക 400-ന് മുകളിലെത്തി. പല മേഖലകളിലും വായു ഗുണനിലവാര സൂചിക 350-ന് മുകളിലാണ്. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, വായു ഗുണനിലവാര സൂചിക വളരെ മോശമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ടോ ജില്ലാ ഭരണകൂടം? അമൃത, ദീപാവലിക്ക് ശേഷം രൂക്ഷമായ വായു മലിനീകരണം അത് മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. ഇന്ന് പല മേഖലകളിലും വായു ഗുണനിലവാര സൂചിക എന്ന് പറയുന്നത് 350-ന് മുകളിലാണ്. അതേസമയം ചിലയിടങ്ങളിൽ ഭവാന, അതുപോലെ തന്നെ ബുറാഡി അടക്കമുള്ള മേഖലകളിൽ 400-ന് മുകളിലേക്ക് വായു ഗുണനിലവാര സൂചിക പോയിട്ടുണ്ട്. ഇത് ജനജീവിതത്തെ പൂർണ്ണമായും ദുസ്സഹമാക്കിയിരിക്കുകയാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ കണക്കുകളിലും വൻ വർധനവുണ്ടായിട്ടുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടത്തിയ ശ്രമങ്ങളെല്ലാം പാളിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളടക്കം കാണുവാൻ സാധിച്ചത്. പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ സർക്കാർ കൊണ്ടുവന്നിരുന്നു. BS3 വാഹനങ്ങൾ, അതായത് BS3-ൽ താഴെയുള്ള ചരക്ക് വാഹനങ്ങൾക്ക് ഡൽഹിയിലേക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള ശ്രമങ്ങൾ ഡൽഹി സർക്കാരിന്റെ ഭാഗത്ത് നടക്കം കഴിഞ്ഞ ദിവസം നടന്നു. ഏകദേശം 1 കോടി രൂപയാണ് ഇതിനുവേണ്ടി സർക്കാർ ചെലവാക്കിയത്. പക്ഷേ അത്തരം കൃത്രിമ മഴ പെയ്യിക്കുവാനോ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഒരു കൃത്യമായ മറുപടി നൽകുവാനോ സർക്കാരിന് സാധിച്ചിട്ടില്ല. ജനങ്ങളുടെ പണം പാഴാക്കിയെന്നതാണ് ആം ആദ്മി പാർട്ടി അടക്കം ആരോപിക്കുന്നത്. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു വായു മലിനീകരണം ഉണ്ടായിരുന്നത്, സമാനമായ രീതിയിൽ തന്നെ ഇത്തവണയും ഡൽഹിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ജനജീവിതം പൂർണ്ണമായും ദുസ്സഹമായി തന്നെ തുടരുകയാണ്. ദീപാവലിക്ക് നമുക്കറിയാം ഹരിത പടക്കങ്ങൾക്കാണ് സുപ്രീം കോടതി ഒരു അനുമതി നൽകിയിരുന്നത്. പക്ഷേ വലിയ രീതിയിൽ അനധികൃതമായ പടക്കങ്ങളടക്കം പൊട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ വായു ഗുണനിലവാരം മോശം അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. സർക്കാരിനും കൃത്യമായ ഈ വായു മലിനീകരണം രൂക്ഷമാകുന്നതിൽ അവർക്കും ഒരു പങ്കാളിത്തമുണ്ട്. പക്ഷേ ഇത്തരം വായു മലിനീകരണം അതിജീവിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മറികടക്കാനോ വേണ്ടിയ നടപടികൾ ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു ജനങ്ങളുടെ അവസ്ഥ ഉണ്ടായിരുന്നത്, അതേ രീതിയിൽ തന്നെ ഇത്തവണയും മോശമായി തന്നെ തുടരുകയാണ്. അമൃത.